അങ്ങനെ തന്നെ ചവിട്ടിക്ക് നേരെ പിടിക്ക് ഹാൻഡിൽ നേരെ പിടിക്ക് അങ്ങനെ തന്നെ ആ ചവിട്ടിക്ക അപ്പൂസ് ചവിട്ടിക്ക അങ്ങനെ തന്നെ ചവിട്ടിക്ക മുന്നിലേക്ക് ചവിട്ട് അങ്ങനെ നീ ഹാൻഡിൽ നേരെ പിടിക്ക് ആ ചവിട്ടിക്ക അമർത്തി ചവിട്ട് അങ്ങോട്ട് പോടാ അവനാണ് ഉന്തി കൊടുക്കണേ. ഹലോ, എന്തിട്ട് പറഞ്ഞാൽ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കില്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സേഫായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നാളായിട്ടാണ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഉണ്ണികളുടെ ക്ലാസ്സൊക്കെ തുടങ്ങിയില്ലേ? അപ്പോൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെച്ചാൽ അവർക്ക് പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാതെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് അധികം കാണാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല, വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കാണുന്നവർ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികളുടെ പഠിക്കാനായിട്ട് അവർ ഇരുത്താനായിട്ട് ഒരു റൂമിൽ തന്നെ ഒരു ചെറിയ ഒരു സൈഡിൽ അവർക്ക് പഠിക്കാനുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകൾ മാത്രം നമ്മളെ കൊണ്ട് പറ്റാവുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ജനലേലെ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തട്ടി കളഞ്ഞ് പിന്നെ ഈ മേശ ഉണ്ടല്ലോ, ആ മേശ അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ ആ മേശമേ ഇരിക്കുന്ന ഉണ്ണിയുടെ ഡ്രസ്സുകളാണ്, ആമിമോളുടെ ഡ്രസ്സുകളാണ്. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റണം എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മേശമേലുള്ള വിരി, മേശ വാങ്ങിച്ചപ്പോൾ ഇട്ടുള്ള വിരിയാണ്. അപ്പോൾ അതും ഒരു ഇതൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് പുതിയൊരു വിരി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഷീറ്റാണ്. അപ്പോൾ അതൊക്കെ ഈ മേശയുടെ അളവിന് ഞാനും ചേട്ടനും പിടിച്ച് മുറിക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് ഒരു അളവിന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണികൾക്ക് പഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പഠിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ വലിയാണ്ട് ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യണില്ല, വലിയ പൈസ കൊടുത്തിട്ട് ചെയ്യണ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അത്ര തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ചുമരുമ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല, അതിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ അതുമ്മയ്ക്കാവും ശ്രദ്ധ, അപ്പോൾ അവരുടെ പഠിത്തത്തിലേക്ക് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യണില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഈ മേശ. അപ്പോൾ ഈ മേശമേ നിറയെ പൊടികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചേട്ടൻ അവിടെ പൊടിയൊക്കെ തട്ടി മുറ്റത്തിരുന്ന് തട്ടി കളയാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിലെന്നും ചെയ്യാറുള്ള പണികളുണ്ടല്ലോ, അതൊക്കെ കടന്ന് വന്നിട്ടുണ്ട്. ഹോളിക്കൊക്കെ വന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട്. അപ്പോൾ അപ്പൂസൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. കുറുമ്പൊക്കെ കാണിച്ച് പറ്റാവുന്ന കുറുമ്പുകളൊക്കെ അവനും കാണിച്ച് നടക്കുന്നുണ്ട്. അടിച്ചു വാരലും തുടക്കലും എല്ലാ പരിപാടിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിലത്തെ കാര്യങ്ങൾ സെറ്റായിട്ടില്ല. അതൊന്ന് അപ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്, അവൾക്ക് വിശക്കണുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് വന്നേക്കണം. അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കുമ്പോൾ തീരെ അവൾ കഴിക്കണില്ല. അവൾക്ക് പറ്റാവുന്ന വിധത്തിൽ അവൾ നന്നായി അത് തുപ്പിയിടുന്നുണ്ട്. കണ്ട ആ ഒരു ഊഞ്ഞാലിലൊക്കെ തുപ്പിയിട്ടിട്ട് അവൾ അതിലിങ്ങനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറിൽ ഇങ്ങനെ കുഴച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിപ്പോൾ ചോറിനാ ഭയങ്കര മടിയായിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആമിമോളുടെ വിശേഷം. അത് ഇവളൊന്ന് ഉറക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് വീണ്ടും റൂമിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നേരിയതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഈ ചാറ്റൽ മഴയും കണ്ടിട്ടാണ് ആമിയുടെ ഇരിപ്പ്. അപ്പോൾ അമ്മാമ്മ അപ്പൂസിനും കുട്ടൂസിനും ചോറ് കൊടുക്കുന്നുണ്ട്. അവർ കുറുമ്പൊന്നും കാണിക്കണില്ല കേട്ടോ. അവരും ഈ മഴ പെയ്യുന്നത് നോക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മഴ എന്ന് പറയണമെങ്കിൽ മുതിർന്നവർക്കും പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമ്മാമ്മ വീണ്ടും എൻ്റെ വിഷുക്കട്ടയിൽ വീണിട്ടുണ്ട്. വിഷുക്കട്ട എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ചിലപ്പോൾ അത് എൻ്റെ കൈപ്പുണ്യം കൊണ്ടായിരിക്കാം, അറിയില്ല കേട്ടോ. ഞാനത് വെറുതെ തമാശക്ക് എന്താണ് അമ്മാമ്മയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ വിഷുക്കട്ട വേണമെന്നുള്ള ഒരു ടെൻഡൻസിക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരുടെ അടുത്ത് ഈ അമ്മാമ്മ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടാണ് ഇപ്പം അമ്മേനെ ഞാൻ അമ്മാമ്മ എന്ന് പറഞ്ഞത് കേട്ടോ. അത് വേറൊന്നുമല്ല, അമ്മേനെ അമ്മ തന്നെയാണ്. ഇപ്പോൾ പിള്ളേരോട് ഇങ്ങനെ പറയണ കാരണമാണ്. അപ്പോൾ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കണത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള കാരണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷുക്കട്ട വേണം, ഇടയ്ക്കിടയ്ക്ക് വേണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് ഞങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞാൻ നമ്മുടെ നാളികേരം ചിരവലും കഴിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിക്കലും കഴിഞ്ഞ് ഇതേ നാളികേര പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ ഒരുവിധം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം വീണ്ടും റൂമിലേക്ക് കിടക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അമ്മ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എങ്ങനെ വിഷുക്കട്ട ഉണ്ടാക്കണം എനിക്കൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വട്ടം പറഞ്ഞു കൊടുത്തതാണ്, പക്ഷേ ആൾക്കത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല തോന്നുന്നു. അപ്പോൾ അമ്മ വന്ന് നോക്കുന്നുണ്ട് എന്താ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് നമ്മുടെ ഇലയിൽ തന്നെ വീണ്ടും ഇല വെട്ടി കൊണ്ട് വന്ന് മേശമ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷുക്കട്ട അങ്ങനെ അതിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ശർക്കര നീരുണ്ടല്ലോ അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടാണ് ഞാനത് സെറ്റ് ചെയ്യാമെന്ന് പോയത്. പിന്നെ നമുക്ക് ചായ വെക്കണം, കാപ്പിയാണ് ഇവിടെ വെച്ചത്. അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയാക്കാനായിട്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഷുക്കട്ട ഒന്ന് സെറ്റായി വന്നപ്പോൾ ചെക്കന്മാരെ കൊണ്ടാണ് കേട്ടോ മുറിപ്പിച്ചത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം, കേക്ക് മുറിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർ കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടാണ് അവർ നമ്മുടെ വിഷുക്കട്ട മുറിക്കുന്നത് കേട്ടോ. ഒപ്പം ഞാനും കൈ പിടിച്ചിട്ട് നമ്മുടെ വിഷുക്കട്ട കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആമിമോളുണ്ട് എൻ്റെ കൂടെ. എനിക്കും അതാട്ടെ ഈ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാനും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കേക്കല്ല, നമ്മുടെ വിഷുക്കട്ട. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചെക്കന്മാരുടെ ഒരു പുസ്തകങ്ങൾ, കുറേ നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് പോയിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു നമ്മുടെ ഈ അലമാരി അല്ല, നമ്മുടെ മേശയ്ക്ക് കുറച്ച് 2 വലിപ്പുകളുണ്ട്. അപ്പോൾ ആ വലിപ്പിൽ ആക്കാൻ പറഞ്ഞപ്പോൾ അത് ചേട്ടൻ ഒതുക്കി തന്നിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലും നമ്മുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ കൊണ്ട്, നമ്മുടെ കത്തോലിക്ക സഭയുടെ ന്യൂസ് പേപ്പറാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വലിപ്പിൽ ഓരോ ഷീറ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനലേമ 3 പാവകളുണ്ട്. അത് അപ്പൂസിൻ്റെയും കുട്ടൂസിൻ്റെയും ആമിമോളുടെയാണ്. അപ്പോൾ ആ പാവകൾ ആ ജനലേമ വെച്ചു. അത് പഠിക്കാതിരിക്കുമ്പോൾ അത് ഞാൻ മാറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതെടുത്തിട്ട് കളിക്കില്ല. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മുടെ അപ്പൂസിൻ്റെയും കുട്ടൂസിൻ്റെയാണ്. അതൊരു കുഞ്ഞുണ്ണിയായിരിക്കുമ്പോൾ കിടക്കാനുള്ള കിടക്കുണ്ടല്ലോ, അതാണ്. അപ്പോൾ കിടക്കല്ല എന്ന് പറയാം, എന്നാൽ കുഴപ്പമില്ല, അങ്ങനെ കിടത്താനായിട്ട് ഉപയോഗിച്ചത് എന്താണ് നടയിലകത്ത് നമ്മുടെ ഹാളിലൊക്കെ. അപ്പോൾ അത് അവിടെ എങ്ങനെ വെറുതെ ഇരിക്കാണ്ട്, ആമിമോൾക്കായാലും അത് ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. അവർ 2 പേരും ഉപയോഗിച്ചിട്ടില്ല, ആമിമോൾക്ക് അത് ഉപയോഗിക്കുന്നില്ല. അവർ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ബെഡിലാണ് അവർ കിടക്കാറുള്ളത്. അപ്പോൾ ഇത് രണ്ടും അവിടെ വെറുതെ ഇരിക്കുന്ന കാരണം ഞാനത് രണ്ടും അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ ഒരു ഷീറ്റ് വിരിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് വിരിച്ച് കൊടുത്തേക്കണത്. അത്രയ്ക്ക് നല്ല ഷീറ്റൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അവർക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അവിടെ ഇരുന്ന് അവർ പഠിച്ചോളും. പിന്നെ അവിടെ ഒരു നമ്മുടെ ബോർഡ് ഉണ്ടല്ലോ, ബോർഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ ചുമരുമ്പോൾ ഒരു ചെറിയൊരു ബോർഡ് തൂക്കിയിടുന്ന ബോർഡ് വെക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നിട്ട് എഴുതാനായിട്ടും നല്ല സൗകര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആമിമോളുടെ ഡ്രസ്സുകൾ വെച്ചാണ് ഈ ഒരു കൊട്ട. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ മേശ ഏകദേശം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടായിട്ടുണ്ട് കണ്ട. അവരെ പുസ്തകങ്ങളൊക്കെ ചേട്ടൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് അവരുടെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ. അപ്പോൾ അതിൽ ടെക്സ്റ്റ് പുസ്തകങ്ങൾ, പിന്നെ ഡെയിലി ഉപയോഗിക്കുന്നതാണ് ഈ 2 സ്ലേറ്റ്. അപ്പോൾ ആ സ്ലേറ്റും മോൾ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രയോണ്, സ്കെച്ച്, പിന്നെ അങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ടല്ലോ, ചോക്ക്, അതൊക്കെ വേറൊരു കബോർഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മേശയുടെ ടോപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചെപ്പിൽ ഞാൻ വല്ല മണി പ്ലാന്റ് അങ്ങനെ എന്തെങ്കിലും വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറെ ചില്ലിൻ്റെ കുപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തിരുടി ഭംഗിയാവും. നമ്മുടെ കയ്യിൽ ഈ ഒരു മാങ്ങച്ചാറിൻ്റെ ഒരു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതെടുത്ത് കളയും കേട്ടോ. പിന്നെ ഫോണൊക്കെ അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ ഞാൻ അവരൊന്ന് കുറച്ചൊന്ന് എഴുതാനായിട്ട് ഇരുത്തി നോക്കിയപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല, മടിയില്ലാണ്ട് പഠിക്കാൻ. നമുക്ക് അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ ക്യാപിറ്റൽ ലെറ്റർ ആയും സ്മോൾ ലെറ്റർ അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ അവരെ ഇരുത്തണമല്ലോ, അത് കാരണമാണ് ഞാനങ്ങനെ ഇരുത്തിയത്. പിന്നെ നമുക്കിപ്പോൾ ചുമരുമ്പോൾ കൊട്ടിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചോളൂ കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഒരു കോലം. എന്നാൽ ഏകദേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ആർക്കും ഇഷ്ടപ്പെടാത്തതല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ആ കാലം കോലമായിട്ട് കിടക്കണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി വൃത്തിക്ക് ഒതുങ്ങി വെച്ചിട്ടുണ്ട്. എത്ര ദിവസം നിൽക്കുന്നു അറിയില്ല. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.